കുട്ടികൾക്ക് ഒരു സിനിമ കണ്ട് അതിൻ്റെ റിവ്യൂ തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളത്. അപ്രകാരം നമ്മൾ നിർദ്ദേശിച്ച ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ഈ പ്രണയം എന്നുള്ള വിഷയത്തെ എടുത്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പ്രബോധനം നൽകുമ്പോൾ ആ വിഷയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിനിമ നിർദ്ദേശിക്കുകയും കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മളെന്താണ് കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്? കുട്ടികൾ ഈ കാലഘട്ടത്തിൽ പ്രണയച്ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത പുലർത്തണം. പ്രണയച്ചതിയും പ്രണയക്കുരുക്കും ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എപ്പോഴാണ് ഇത് ചതിയായും കുരുക്കായിട്ട് മാറുന്നത്? രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുന്നത് ഒന്നിക്കാൻ വേണ്ടിയിട്ടും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടും കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ആഗ്രഹത്തിന് പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനുവേണ്ടി അല്ലാതെ ഒരാളെ പ്രണയിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും മറ്റ് പല കാര്യങ്ങൾക്കും തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് പ്രണയചതി എന്നല്ലാണ്ട് പ്രണയക്കുരുക്കെന്നല്ലാണ്ട് എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാനായിട്ടാവുക?